തീർച്ചയായും അത് തന്നെയാണ്. ശ്രീജിത്ത് പണിക്കർ, നമ്മളിപ്പോൾ ഈ രാവിലെ മുതൽ എന്താണ് മാധ്യമരംഗത്തെ മൂല്യച്യുതി, കച്ചവടത്തിൻ്റെ മറ്റൊരു തലം, ഇതുവരെയില്ലാത്ത ചരിത്രം, മത്സരാധിഷ്ഠിത മാധ്യമ പ്രവർത്തനത്തിൽ സംഭവിക്കുന്ന ഇത്തരം ചില കാര്യങ്ങൾ, അതിരുകൾ ലംഘിച്ച മാധ്യമപ്രവർത്തനം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ടോം ജോസഫിൻ്റെ വിശദീകരണമാണ്, അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചോ അത് വളരെ കൃത്യമായി തന്നെ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നതും ഈ 1 മണിക്കൂർ ചിലവഴിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം, അദ്ദേഹം ഒരു ബിസിനസ് മാനാണ്, ആ സ്ഥാപനത്തിൻ്റെ വിവരം ആളുകളിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച മാർഗം അത് വളരെ കൃത്യമായി ലക്ഷ്യം കണ്ടിരിക്കുന്നു. അതിനിപ്പോൾ മറ്റു തരത്തിൽ കുറ്റപ്പെടുത്തൽ ഉണ്ടായാലും സോഷ്യൽ മീഡിയ കമൻസ് ഒക്കെ ഉണ്ടായാലും എന്താണ് ഉദ്ദേശിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി ലക്ഷ്യം കണ്ടിരിക്കുന്നു. അത് ഇതിൻ്റെ മറ്റൊരു തലമാണല്ലോ. ശ്രീ രഞ്ജിത്ത്, ഇത് വളരെ രസകരമായിട്ടുള്ള, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഈ വാർത്ത വായിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന അതിശയമാണ്. ഒരു പാനിക് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും വാർത്ത എന്താണെന്നുള്ളത് വായിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് കേവലം ഒരു വാർത്തയല്ല. അതായത് ഇപ്പോൾ നോട്ട് നിരോധനം അല്ലെങ്കിൽ പൂർണ്ണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ പോകുന്നു എന്ന ഐഡിയയിൽ ഒറ്റ വാർത്തയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരുന്നത് എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കുറേയധികം ആൾക്കാർ കബളിപ്പിക്കപ്പെടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മറ്റുള്ള പല വാർത്തകളുണ്ട്. ഇപ്പോൾ ഓഷ്യാനസ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക നഗരത്തിനെക്കുറിച്ച് താങ്കൾ തന്നെ ആമുഖമായി പറഞ്ഞിരിക്കുന്ന വിവിധ ഗ്രഹങ്ങൾ തമ്മിലുള്ള ഫുട്ബോൾ മത്സരം, ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി അതിൽ പറയുന്നുണ്ട്. അത് വായിക്കുന്ന സമയത്ത്, പൂർണ്ണമായിട്ട് അത് വായിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കതിൻ്റെ ഒരു കൗതുകം എന്താണ് എന്നുള്ളത് മനസ്സിലാവുക. ഇപ്പോൾ മാർക്കറ്റിംഗ് ഫീച്ചറുകൾ അല്ലെങ്കിൽ അഡ്വർട്ടോറിയൽ എന്ന രീതിയിലത്തേക്കുള്ള ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ തന്നെ ആദ്യമായിട്ടല്ല. പക്ഷെ ഒരു ഫുൾ പേജ് കൊടുക്കുക, അതും ഓരോ പത്രത്തിന് അതിൻ്റെ രീതി എന്താണോ അതിന് ചേരുന്ന രീതിയിലത്തേക്ക്, അത് വാർത്ത തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്ക് അത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലുള്ള പത്രങ്ങളിലെല്ലാം തന്നെ അവർക്ക് 1-ാം പേജിൽ അത് കൊടുക്കണമെങ്കിൽ എത്ര ചിലവുണ്ടാകും എന്ന് നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റിങ്ങിൽ സാധാരണ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു റിട്ടേൺ ആണ്. പരസ്യത്തിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കിട്ടാവുന്ന ഏതൊരു റിട്ടേൺ ഉണ്ടോ അതിനേക്കാളിലൊക്കെ 10-100 മടങ്ങിൽ കൂടുതലാണ് അവർക്കത് കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ 1 മണിക്കൂർ എയർ ടൈം പോലും അവർക്ക് ന്യൂസ് 18 കൊടുക്കുന്നത് ഈ ഒരു പരസ്യത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാർ അറിയുന്നു, അവരവിടെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുന്നു. ഒരുപക്ഷെ ഭാവിയിൽ സാധ്യമായേക്കാവുന്ന കുറേയധികം കാര്യങ്ങളെയാണ് ഇന്ന് അവർ അതിശയോക്തി കലർന്ന രീതിയിൽ ആൾക്കാർ അത് എടുത്തെങ്കിലും ഇന്നതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രസകരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയിലാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. തന്നെയുമല്ല, എനിക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയോട് ഒരു വലിയ കടപ്പാട് കൂടിയുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ വലിയ ബുദ്ധിജീവികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ എന്നൊക്കെ നമ്മൾ ധരിച്ചിരുന്ന, അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആൾക്കാർ ധരിച്ചിരുന്ന അങ്ങനെയുള്ള ചില വ്യക്തികൾ പോലും ഇത് ആധികാരികമായിട്ടുള്ള വാർത്തയാണ് എന്ന കണക്കിൽ ഇത് രാവിലെ ലൈവ് TV-യിൽ തട്ടിവിടുന്നത് കണ്ടു. അതായത് വീണ്ടും വലിയ രീതിയിലത്തേക്ക് നോട്ട് നിരോധനം വരികയാണ്, അത് ഇത്തവണ പൂർണ്ണമായും ഡിജിറ്റൽ ആവാൻ പോവുകയാണ് എന്നൊക്കെ വായിച്ചതിന് ശേഷം പിന്നീട് പ്രേക്ഷകരോട് ക്യാമറ നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആവർത്തിക്കുകയാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ഫെബ്രുവരി 1 മുതലാണ് ഇതാകുന്നത്, 15 വരെ നിങ്ങൾക്ക് നോട്ട് മാറിയെടുക്കാനുള്ള അവസരമുണ്ട് എന്നൊക്കെ പറയുകയും അത് മറ്റൊരു പത്രം, ഇപ്പോൾ ആദ്യം മാതൃഭൂമിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നീട് മനോരമയിലും വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പറയുകയാണ്. അതായത് ഒരു മാധ്യമ പ്രവർത്തകൻ ഏത് രീതിയിലാണ് ഒരു വാർത്തയെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് രഞ്ജിത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകും, ന്യൂസ് 18 കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകും, നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷ മാധ്യമപ്രവർത്തകർക്കും അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകും. പക്ഷെ അങ്ങനെ ബോധ്യമില്ലാത്ത വളരെ സീനിയർ എന്ന് പറയുന്ന കുറേയധികം മാധ്യമപ്രവർത്തകരും ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ വ്യക്തമാക്കി നമുക്ക് കാണിച്ചു തരുന്നതിന് ഈ ഒരു സന്ദർഭം പ്രയോജനപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ, ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ പല ഫോൺ കോളുകൾ മറ്റുള്ള ആൾക്കാരോട് ഇതിനെപ്പറ്റി ചെക്ക് ചെയ്യുക, ഇൻ്റർനെറ്റിൽ പരതുക, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാകും ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഒരു മാധ്യമപ്രവർത്തകനുള്ളത് എന്ന് നമുക്കറിയാം. ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിലൊരു വാർത്താ ഇൻ്റലിജൻസ് ഉണ്ടാവുക, ഒരു ജേർണലിസ്റ്റിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം, ഇങ്ങനെ ഒരു വാർത്തയുണ്ടോ, നമുക്ക് ഈ വാർത്ത കിട്ടിയിട്ടുണ്ടോ, ഇത് പരിശോധിക്കാം, ന്യൂസ് ഡെസ്കിൽ പരിശോധിക്കാം. അദ്ദേഹം ശ്രീജിത്ത്, നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു വിശദീകരണം, അദ്ദേഹം ഓൺ എയറിലാണ്, അദ്ദേഹത്തിന് ആ വാർത്ത വളരെ പെട്ടെന്ന് പത്രം കയ്യിൽ കിട്ടിയതാണ്. രാവിലെ ഒരു പക്ഷേ പത്രം വായിച്ചതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിരുന്നില്ല, കിട്ടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകർ മനുഷ്യരാണ്, അവർക്കും ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കാം. ശ്രീജിത്ത്, രഞ്ജിത്ത്, അത് ശരിയായ ഒരു വിശദീകരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഇത് പറയുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ സ്ക്രീനിൽ ഇത് കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്ക്രീനിൽ അദ്ദേഹമാണ് എങ്കിൽ മറ്റേ സ്ക്രീനിൽ ഇതിന്റെ ഈ വാർത്തയുടെ കട്ടിംഗ്
അത് പോകുന്നുണ്ട്. തന്നെയുമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഈ ടൈറ്റിലായിട്ട് വാർത്തയിൽ കാണിക്കുന്നുണ്ട്. താഴെ സ്ക്രോൾ ന്യൂസ് പോകുന്നത് പോലെ മുകളിൽ എങ്ങനെയാണോ ഒരു മാധ്യമം ഒരു ബ്രേക്കിംഗ് ന്യൂസിനെ കാണിക്കുന്നത്, ഒരു പ്രധാന വാർത്തയെ കാണിക്കുന്നത്, ആ രീതിയിലത്തേക്ക് ഇതൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പേപ്പർ കറൻസിയെ കാറ്റിൽ പറത്തി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയുന്നത് ബേസിക്കലി നമ്മളൊരു വാർത്ത ആധികാരികമാണോ എന്നൊരു മാധ്യമ സ്ഥാപനം എങ്ങനെ ചെക്ക് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കും ഈ വാർത്ത കിട്ടിയിട്ടുണ്ടോ, ഇനി മറ്റുള്ള ആൾക്കാർക്ക്, മറ്റുള്ള മാധ്യമങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ, മറ്റുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ദേശീയ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങി കുറേ കാര്യങ്ങൾ നോക്കുകയും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ തന്നെ ഒരു ഫൈനാൻസ് റിപ്പോർട്ടർ ഉണ്ടാവുമല്ലോ, ആ ഫൈനാൻസ് റിപ്പോർട്ടറോട് വിളിച്ച് ചോദിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അതുപോലും ചെയ്യാതെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജെയിനാണത് പരസ്യം കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് ജെയിൻ എന്നതിൽ ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആധികാരികമാണ് എന്ന മട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് ഉരുളുന്ന മാധ്യമപ്രവർത്തകർ പോലും ഇവിടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തന്നു എന്നുള്ളതാണ് ഈ ഒരു പരസ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട